السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി മരണത്തെ നേർക്കുനേരെ കാണുന്നത് വരേക്കും സൂക്ഷിച്ചു ജീവിക്കണേ എന്ന്, അതിനുവേണ്ടി ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രവും പരിപാവനവുമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദിനങ്ങൾ ഒന്നൊന്നായി ഒരു പച്ചില അത് പഴുക്കയിലയായി മാറി, പഴുക്കയില പിന്നീട് അതൊരു ഉണക്കം ബാധിച്ച് അത് മരത്തിൽ നിന്ന് വീണുപോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയുസ് വീണുപോകുമ്പോൾ കൂട്ടത്തിൽ റമദാനിൻ്റെ ദിവസങ്ങൾ കൂടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന ഒരു ബോധവും ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് നിർബന്ധവുമാണ് എന്ന് ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നമുക്കറിയാം, ഇന്നത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച റമദാൻ 17 എന്ന് പറഞ്ഞാൽ ഹിജറ 2-ാം വർഷം ബദറിൽ വെച്ചുകൊണ്ട് നടന്ന പോരാട്ട ഭൂമിയിൽ നടന്ന ചില വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും അതിലൂടെ മുസ്ലിം സമൂഹം ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ എങ്ങനെയാണ് ആ ബദറിനെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ബദർ അന്നും ഇന്നും എന്ന ഒരു ഹ്രസ്വമായ, അതേ സമയത്ത് സംസാരിക്കുന്നവർക്ക് ധാരാളം സംസാരിക്കാൻ പാകമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സമയം പറഞ്ഞുകൊണ്ടാണ് സാധാരണ പ്രത്യേകിച്ച് റമദാനിലൊക്കെ ക്ലാസ് എടുക്കാറുള്ളത്. അതിൻ്റെ കാരണം എപ്പോഴാണ് ഇത് നിർത്തുക എന്നുള്ളൊരു ആവലാതിയും വേവലാതിയും വേണ്ട. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ക്ലോക്കിൽ 1:15 സമയം. 2:15 മുമ്പായിട്ട് ഞാനിത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ചില ആളുകൾക്ക് ഒരു 2:30, 2:45 എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആളുകൾ 2:15 എണീറ്റാൽ മതി. അതിനുശേഷം നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എണീക്കാം. അതിലൊരു സംശയവും വേണ്ട, പ്രയാസവും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് 2:15 മുമ്പായിട്ട് അത്ര അർജന്റ് ഇല്ലാത്ത എല്ലാ ആളുകളും ഇത് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ക്ലാസിൻ്റെ മർമ്മപ്രധാനമായ ചില മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ബദർ എന്ന് പറയുന്നത്
ബദർ എന്ന് ആ സ്ഥലത്തിന് പേര് കിട്ടാൻ ഒന്ന് രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങളിൽ ചില ആളുകൾക്ക് ആദ്യത്തെ അറിവായിരിക്കാം. ഞാനും ഇത് റെഫർ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ അറിവായിക്കൊണ്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത്. ബദർ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സഞ്ചാര മാർഗത്തിൽ ഏകദേശം മക്കയിൽ നിന്ന് 300 ചില്ലാനം കിലോമീറ്ററും അതുപോലെ തന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള സഞ്ചാരത്തിൽ ഒരു 150ഓളം വരുന്ന, ഒന്ന് തെറ്റിപ്പോകുമ്പോൾ ഒരു 150ഓളം വരുന്ന കിലോമീറ്ററോളം വരുന്ന ഒരു മധ്യത്തിലാണ് ബദർ എന്ന് പറയപ്പെടുന്ന ദേശമുള്ളത്. ആ ദേശത്തിന് അങ്ങനെ പേര് പറയാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ബദർ ബിൻ യഹ്ലുദ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ആ നാട്ടിൽ ജീവിച്ചിരുന്നു. ബദർ ബിൻ യഹ്ലുദ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ അന്ന് ആ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നും ആ നാട്ടിൽ പിന്നീട് ഈ ബദർ എന്ന് പറയപ്പെടുന്ന ഒരു പേര് അദ്ദേഹത്തിന്റെ നാമത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നതൊക്കെയാണ് ഒരു അഭിപ്രായമായി കൊണ്ട് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായമായി കൊണ്ട് അവിടെ പറയപ്പെട്ടിട്ടുള്ളത് ആ ബദറിൽ ഒരു കിണറുണ്ട്, അതൊരു ഹെക്കാണ്. ആ കിണറുമായി ബന്ധപ്പെട്ട് യുദ്ധം, ബദർ യുദ്ധത്തിന് വല്ലാത്തൊരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ബദറിലെ കിണറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ബദറിന്റെ പ്ലാനിങ്ങും തമ്മിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വല്ലാത്തൊരു ബന്ധം കാണാം. ഏതായിരുന്നാലും ആ കാലഘട്ടത്തിൽ ബദർ എന്ന് പറയപ്പെടുന്ന നാട്ടില് ഒരു കിണറുണ്ടായിരുന്നു എന്നും ആ കിണറിനാളുകൾ വിളിച്ചിരുന്ന പേരാണ് ബദർ എന്നും പിന്നീട് ലോപിച്ചുകൊണ്ട് ആ പ്രദേശം ഒത്തുക്കും അതിന് ബദർ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നതുമാണ് ചരിത്രത്തിൽ മറ്റൊന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത് 4 അഭിപ്രായത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അവിടെ ഉണ്ടായിരുന്ന കിണറുകൾക്ക് ഒരു ബദറിന്റെ ഒരു പൂർണ്ണ ചന്ദ്രന്റെ രൂപമുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാണ്. ഏതായിരുന്നാലും ആ പേരിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പുതിയൊരു അറിവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ബദർ യുദ്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഒരു പദമാണ് യൗമുൽ ഫുർഖാൻ എന്നുള്ളത്. ഫുർഖാൻ എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പേരാണ്. ഫുർഖാൻ എന്നുള്ളത് ബദർ യുദ്ധത്തിന്റെ ബദറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ദിവസത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിനോട് ചേർക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്നത് പോലെ ഉമറുൽ ഫാറൂഖ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫർറഖ യുഫർരിഖു എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയ്ക്ക് ഒരു വേർതിരിവുണ്ടാക്കുന്നത് എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ബദറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവുമാകുന്ന വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തൗഹീദും ശിർക്കും തമ്മിൽ ഒരു വേർതിരിവുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ദിവസമാണ് ബദർ എന്ന് പറയപ്പെടുന്നത്. ഖുർആൻ ഫുർഖാനാകാനുള്ള കാരണം ഹക്കും ബാത്തിലും വേർതിരിച്ചുകൊണ്ട് ആദർശപരമായി ലോകത്തിന്റെ മുമ്പിൽ ഒരു കിതാബിലൂടെ പടച്ചറബ് വെളിവാക്കി കൊടുക്കാൻ ഖിയാമത്ത് നാളിൽ അവസാനം പറയപ്പെടുന്ന മഗ്രിബിൽ നിന്ന് അഥവാ പടിഞ്ഞാട്ടിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരേക്കുമുള്ള സകലമാനം മനുഷ്യരും ഓതി തീർക്കേണ്ട അതിന്റെ ആശയം പഠിച്ച് ഹക്കിനെയും ബാത്തിലിനെയും മനസ്സിലാക്കുന്ന സത്യാസത്യ വിവേചന പത്രമെന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ ഫുർഖാൻ എന്ന പേര് കിട്ടിയിട്ടുള്ളത്. ഉമറുൽ ഫാറൂഖിന് ഫാറൂഖ് എന്ന പേര് കിട്ടാനുള്ള കാരണം സത്യത്തെയും അസത്യത്തെയും വ്യക്തമായി ബോധം വന്നതിന് ശേഷം വേർതിരിച്ച് മനസ്സിലാക്കുകയും എന്നിട്ട് സത്യത്തിന്റെ കൂടെ അസത്യത്തിനെതിരെ ശക്തമായി കൊണ്ട് നിലകൊള്ളുകയും ചെയ്ത വ്യക്തി എന്ന നിലക്കാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ആ വിഷയം നമ്മെ ബദറുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിന്റെ 41ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വഅലമൂ അന്നമാ ഗനിംതും മിൻ ശൈഇ, നിങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പക്ഷം ഫഇന്ന ലില്ലാഹി ഖുംസഹു, അതിന്റെ 5 അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ് എന്നതിന്റെ വിശദീകരണം കാണാം. വലിയ റസൂലി, അല്ലാഹുവിന്റെ പ്രവാചകനുമാണ് അതിന്റെ അവകാശമുള്ളത്. വലിദൽ ഖുർബ, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കാണ് അവകാശമുള്ളത്. വൽയതാമ, അതുപോലെ തന്നെ യതീമുകൾക്കാണ്. വൽ മസാകീൻ, പാവപ്പെട്ടവർക്കാണ്. വബിനിസ് സബീൽ, അതുപോലെ തന്നെ വഴിപോക്കന്മാർക്കാണ്. ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ,
അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ, ഫുർഖാനിന്റെ ദിവസമാകുന്ന ബദറിന്റെ സമയത്ത് ഈ പ്രവാചകൻ നമ്മുടെ അടിമയാകുന്ന പ്രവാചകന് നാം ഇറക്കി കൊടുത്തതിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നിങ്ങനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിന്റെ ദിവസത്തിന് യൗമുൽ ഫുർഖാൻ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ഇത് സൂറത്തു അൻഫാൽ 41-ാമത്തെ വചനമാണ്. ശരി, അപ്പോൾ ബദർ ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മളിവിടെ ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നുമൊക്കെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വർഷിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ്. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ജപ്പാനിലെയും അതുപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വർഷിച്ചതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അമേരിക്കയുടെ പവർ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പാവപ്പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നുതള്ളി എന്നതിനപ്പുറം ആ യുദ്ധങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നാൽ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾക്ക് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണ് എന്ന് അറിയുമ്പോഴാണ് ബദർ യുദ്ധത്തിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. ബദർ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്, അതിലൊരു സംശയവുമില്ല. പിന്നീട് എന്തിനാണ് ബദറിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ഹിറായിൽ നിന്ന് പടച്ച റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളുടെ തുടക്കമാകുന്ന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖുമായി കൊണ്ട് ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പേടിച്ച് ഭയവിഹ്വലനായി കടന്നു വന്നിട്ട് ഏറ്റവും വലിയ സത്യമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞു തുടങ്ങിയപ്പോൾ അന്ന് വരെ അൽ അമീനായിരുന്ന പ്രവാചകൻ പിന്നീട് കസ്സാബായി, കള്ളനായി മാറി. അന്ന് വരെ തങ്ങളുടെ സ്വത്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം മുതൽ പിന്നീട് അദ്ദേഹം ഒന്നിനും പറ്റാത്തവനായി, അതുപോലെ തന്നെ സാഹിറായി, മജ്നൂനായി, അതുപോലെ തന്നെ ബഹിഷ്കരണത്തിൽ ഏർപ്പെട്ടു. 3 വർഷം ശഅബ് അബൂ ത്വാലിബ് എന്ന് പറയപ്പെടുന്ന കുന്നിന്റെ ചെരുവിൽ വാദിയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളും 3 കൊല്ലമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്, ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഇല്ലേ, ഇന്ന് നമ്മൾ കേട്ടു CAA, അതുപോലെ തന്നെ NRC. കുറച്ച് വർഷം 1-2 വർഷങ്ങൾക്ക് മുമ്പ് അത് വന്നപ്പോൾ കുറച്ച് പേടി അധികമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. കാരണം അത് വെറും ഒരു പൂക്കിന് ഒരു പ്രത്യേകമായ ഒരു കിംവദന്തികൾ മാത്രമാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനെ ഏതോ ചില വിഷയങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ വേണ്ടി രാജ്യത്തെ അവരുടെ കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ശ്രമം വീണ്ടും വരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ബേജാറുണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബിയെയും പിഞ്ച് പൈതങ്ങളെ, കൈകളിലുള്ള പിഞ്ചോമന പൈതങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അവരെയും മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വഹാബ വനിതകളും അവരുടെ പുരുഷന്മാരും അവരുടെ കുടുംബക്കാരും അബൂ ത്വാലിബ് എന്ന് പറയപ്പെടുന്ന ശഅബ് അബൂ ത്വാലിബിന്റെ കുന്നിൻ ചെരുവുകളിലേക്ക് ആട്ടിത്തെറിച്ചു. വീടുകൾക്ക് മുമ്പിൽ അടയാളം വെച്ചു, ഇവരുമായി വൈവാഹിക ബന്ധം വേണ്ട, ഇവർക്ക് കൊടുക്കൽ വാങ്ങലുകൾ വേണ്ട, ഇവർക്ക് പച്ചവെള്ളം കൊടുക്കരുത്. അങ്ങനെ 3 കൊല്ലത്തോളം ശഅബ് അബൂ ത്വാലിബിന്റെ കീഴിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും തളച്ചിട്ടു. ചരിത്രം പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്ഭുതമുണ്ടാകും. ചരിത്രം പറയുന്നത് അവർ പച്ചയിലകൾ ഭക്ഷിച്ചു. കാരണം ഗോതമ്പ് തീർന്നു പോയി, ഈത്തപ്പഴം തീർന്നുപോയി. 3 കൊല്ലം ഒരു പ്രത്യേകമായ സ്ഥലത്ത് തളച്ചിടപ്പെടുക, അവിടെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ലഭിക്കുന്നില്ല. അങ്ങനെ എല്ലാം തീർന്നിട്ട് അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള മനുഷ്യന്മാർ പച്ചിലകൾ തിന്നാൻ തുടങ്ങി. പച്ചിലകൾ തിന്നിട്ട് വിശപ്പകറ്റണ്ടേ, തിന്ന് അവസാനം പച്ചക്കാഷ്ടം പുറത്തേക്ക് വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒന്നും തന്നെ ചെയ്തില്ല. 3 കൊല്ലത്തിന് ശേഷം പ്രത്യേകമായി ഉപരോധങ്ങൾ വീണ്ടും തിരിച്ചെടുക്കപ്പെട്ടു. മക്കയിലെ മുശ്രിക്കുകൾക്ക് തന്നെ തോന്നി ഇത് അന്യായമാണ്, അനീതിയാണ്. പ്രവാചകനോട് മക്കയിലേക്ക് വരാനുള്ള അവസരം കിട്ടി. ശരി, പിന്നീട് ഹിജ്റയുമായി നടന്നുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് പോവുകയാണ്. മദീന അപ്പോഴേക്കും ഹിജ്റയ്ക്ക് വേണ്ടി ഭാഗമാക്കപ്പെട്ടിരുന്നു. അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ചരിത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ മദീനയിൽ നിന്ന് മക്കയിൽ പ്രവാചകനെ കാണാൻ വന്ന അന്നത്തെ സ്വഹാബിമാർ, അൻസാരികളിൽപ്പെട്ട സ്വഹാബിമാർ, അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ നാട്ടുകാർക്ക് അങ്ങയെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ സ്വാഗതം. അങ്ങനെ ചർച്ചകളുണ്ടായി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പ്രത്യേകമായി ഹിജ്റക്കുള്ള ആഹ്വാനം നൽകി, അവസരം നൽകി, അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഹിജ്റ ചെയ്തു. അവസാനം പടച്ച റബ്ബിന്റെ പ്രത്യേകമായ വിധി കൊണ്ട് അവർ മദീനയിൽ ഒരു സുന്ദരമായ ഒരു രാജ്യം പടുത്തുയർത്തി.
ഈ മക്കയിലുണ്ടായ മനുഷ്യന്മാർ അടങ്ങിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ സ്വഹാബിമാർക്കും എതിരിൽ അവിടെയുണ്ടായിരുന്ന മദീനത്തുണ്ടായിരുന്ന ജൂതന്മാരുമായി ഇവർ സന്ധിയിൽ ഏർപ്പെടാൻ തുടങ്ങി. മദീനയിൽ സ്വസ്ഥ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മദീനയിൽ ജൂതന്മാരുണ്ട്. അതിന് മറ്റൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മക്കയിൽ ജൂതന്മാരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മക്കയിൽ ജൂതനില്ല, ക്രൈസ്തവരില്ല. എന്തുകൊണ്ടാണ് മദീനത്ത് ജൂതന്മാർ വന്നത് എന്നുള്ളത് അത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ചരിത്രം പഠിക്കുമ്പോൾ ആസ്വാദനമുണ്ട്, അറിവുണ്ട്, ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇതുപോലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ ആസ്വാദനം ഉണ്ടാകും, അതിലൂടെ അറിവ് ലഭിക്കും. ആ അറിവ് ഈമാനായി മാറ്റപ്പെടും. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മദീനയിലെ ജൂതന്മാരുമായി കൊണ്ട് മക്കയിലുള്ള മുശ്രിക്കുകൾ അബൂജഹലും മുത്ബത്തും ശൈബത്തും എന്ന് തുടങ്ങുന്ന സകലമാന മനുഷ്യന്മാരും അബൂ സുഫിയാൻ അടക്കമുള്ളവർ അവരുമായി സന്ധിയിൽ ഏർപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവം ഏൽപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് അബൂ സുഫിയാന്റെ ഒരു വാർത്ത പ്രവാചകന് ലഭിക്കുന്നത്. അബൂ സുഫിയാൻ മക്കയിൽ നിന്നുമുള്ള സ്വത്തുക്കളുമായി സിറിയയിലേക്ക് കച്ചവട സംഘത്തിന്റെ കൂടെ പോകുന്നുണ്ട്. നേതാവ് അബൂ സുഫിയാനാണ്. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അബൂ സുഫിയാൻ വളരെയധികം കൂർമ്മ ബുദ്ധിയുള്ളവനാണ്. അബൂ സുഫിയാൻ ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്ന് ജാഹിലിയ്യ കാലഘട്ടത്തിൽ എണ്ണപ്പെട്ട വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് അബൂ സുഫിയാൻ. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. സകലമാന യുദ്ധതന്ത്രജ്ഞനായിരുന്നു അബൂ സുഫിയാൻ. കച്ചവട സംഘത്തെ കൊണ്ടുപോകാനോ ഏറ്റവും നല്ല വിലയിൽ വിൽക്കാനോ അതിന്റെ ഡബിൾ തിരിച്ചു കൊണ്ടുവരുവാനും കഴിവുറ്റ ഒരു ബിസിനസ്സുകാരനായിരുന്നു അബൂ സുഫിയാൻ അന്ന്. അങ്ങനെ മക്കയിൽ നിന്നുള്ള സ്വത്തുമായി കൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തില് അങ്ങനെ അവര് ഈ പറയപ്പെടുന്ന സിറിയയിലേക്ക്, ഷാമിലേക്ക് യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി അബൂ സുഫിയാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ അബൂ സുഫിയാന്റെ സ്വത്ത് എന്താ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള മനുഷ്യന്മാരുടെ സ്വത്തുക്കൾ അതിലുണ്ട്. മക്കയിൽ നിന്ന് കുടിയിറക്കുമ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള മുഹാജിറുകളുടെ സ്വത്തുക്കൾ വിൽക്കാനാണ് അബൂ സുഫിയാന്റെ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിടികൂടാൻ വേണ്ടി ആദ്യം ഒന്ന് ഇറങ്ങി. പക്ഷേ അവർ രക്ഷപ്പെട്ടു പോയിരുന്നു. പിന്നീട് കുറച്ചു കഴിയുമ്പോഴാണ് റമദാൻ 12 സമയമാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും വിവരം കിട്ടുന്നത്. അബൂ സുഫിയാൻ സിറിയയിൽ നിന്ന് മടങ്ങി ബദർ വഴി മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു, ഇനി പറഞ്ഞയക്കാൻ സാധ്യമല്ല, പിടിക്കണം. കാരണം അവർ നമ്മുടെ സ്വത്ത് വിറ്റ് ഇരട്ടി ലാഭമുണ്ടാക്കി അവിടെ നിന്ന് വീണ്ടും ചരക്ക് കൊണ്ടുവന്ന്, ഗുഡ്സ് കൊണ്ടുവന്ന് വീണ്ടും മക്കയിൽ വിറ്റ് നമ്മുടെ സ്വന്തം നഷ്ടപ്പെട്ട സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് മദീനക്കാർക്ക് ഇതിൽ ഒരു പുറപ്പാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിടിക്കണം, ഉള്ളവരോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. ഉള്ളവരോട്, അന്ന് മദീനത്ത് അപ്പോഴുള്ളവര് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയത്. യുദ്ധത്തിന് പോവുകയല്ല. അന്ന് 2 കുതിരയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിലുണ്ടായിരുന്നു. വെറും 2 കുതിരപ്പടയാളികൾ, ഏകദേശം ഒരു 70 ഒട്ടകങ്ങൾ. ബാക്കി എല്ലാവരും കാൽനടയായിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 3 ആളുകളെ വെച്ചുകൊണ്ട് മാറി മാറി കയറി. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് 3 ആളുകളെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ആളുകൾ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടാണ് ബദറിലേക്ക് അവർ പുറപ്പെട്ടു പോകുന്നത്. ബദറിലേക്ക് പുറപ്പെട്ടു പോകുന്ന സമയത്ത് അബൂ സുഫിയാന് വിവരം കിട്ടി. അന്നത്തെ കച്ചവട യാത്രകൾ അങ്ങനെയാണ്. അത് ബദറിന്റെ വിഷയത്തിൽ മാത്രമല്ല. ഒരു കച്ചവട സംഘം അവർ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടാകും, കുതിരകൾ ഉണ്ടാകും, ഒപ്പം സ്ത്രീകളും കുട്ടികളും ഒക്കെ പലരും ഉണ്ടാകും. അപ്പോൾ അവരുടെ മുമ്പിൽ കുറെ ആളുകളെ ദൂതന്മാരായി പറഞ്ഞയക്കും. എന്തെങ്കിലും തടസ്സം വഴിയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നുമില്ല. അന്ന് അങ്ങനെ പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് കുറച്ചാളുകൾ അബൂ സുഫിയാൻ മുൻകൂട്ടി കുതിരപ്പടയാളികളെ വിട്ടു. കുതിരപ്പടയാളികളെ വിട്ടു നോക്കുമ്പോഴാണ് ബദറിലേക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തങ്ങളെ പിടിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത അബൂ സുഫിയാന് കിട്ടുന്നത്. അബൂ സുഫിയാൻ കിട്ടിയ ഉടനെ തന്നെ ആ വാർത്ത നേരെ മക്കക്കാരേക്ക് പാസ് ചെയ്തു. മക്കക്കാരുടെ അരികിൽ ചെന്നുകൊണ്ട് ഈ മനുഷ്യന്മാര് പറഞ്ഞു, ആ ചെന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് ചെത്തിയിട്ട് ചോരയൊലിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കിടയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഇതാ മുഹമ്മദും സംഘവും അബൂ സുഫിയാനെ പിടികൂടാൻ ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്വത്തുവകകൾ സംരക്ഷിക്കണമെങ്കിൽ ഉടനെ ഇവിടെ നിന്ന് പുറപ്പെടണം, മറ്റൊന്നും ആലോചിക്കാനില്ല. അബൂജഹൽ അടക്കമുള്ള ആളുകൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം
മദീനയിൽ ചെന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ ഒരു അവസരം നോക്കി പാർത്തു വെച്ച് നിൽക്കുന്ന ഈ പറയപ്പെടുന്ന അബൂജഹലും മുത്തബത്തും അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വലിയൊരു സൈന്യത്തെ തട്ടിക്കൂട്ടിയുണ്ടാക്കി. എല്ലാവരും പുറപ്പെട്ടു. അബൂലഹബ് ഒഴികെ ബാക്കി എല്ലാവരും പുറപ്പെട്ടു. അബൂലഹബ് മറ്റൊരാളെ കൂലി കേൾപ്പിച്ചു. അതിന് മറ്റൊരു കാരണമുണ്ട്. ശരി, ഈ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്താണ് അബൂ സുഫിയാൻ കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ പറഞ്ഞു, തന്റെ കച്ചവട സംഘത്തോട് പറഞ്ഞു, നമുക്ക് ബദറിലൂടെ പോകണ്ട, അതിന്റെ അപ്പുറത്ത് കുറച്ച് ഒരു 100 കിലോമീറ്ററൊക്കെ ഏകദേശം ദൂരം വരുന്ന ഒരു സാഹില്, ഒരു തീരമുണ്ട്, കടലിന്റെ തീരമുണ്ട്. ആ തീരത്തുകൂടി നമുക്ക് മക്കയിലേക്ക് റൂട്ടുണ്ട്, അതിലൂടെ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ബദറിലേക്ക് വരുന്നു. ഇപ്പുറത്ത് നിന്ന് മക്കക്കാർ ബദറിലേക്ക് വരുന്നു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കച്ചവട സംഘത്തെ പിടിക്കാനാണ്. മക്കയിലുള്ള മുശ്രിക്കുകൾ വരുന്നത് പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അബൂ സുഫിയാൻ അപ്പുറത്തുള്ള കടലോര പ്രദേശത്തോടു കൂടി രക്ഷപ്പെട്ട് മുന്നോട്ട് യാത്ര പോയി. ഉടനെ അബൂ സുഫിയാൻ വീണ്ടും വിവരം കൊടുത്തു, ഇനി നിങ്ങൾ മക്കക്കാരെ നിങ്ങൾ വരണ്ട, ഞങ്ങളുടെ സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അബൂജഹൽ പറഞ്ഞു, ഇല്ല, തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മുഹമ്മദിനെ തീർക്കാനുള്ള അവസാനത്തെ അവസരമാണ് വന്നെത്തി നിൽക്കുന്നത്. മദീനത്ത് ചെന്ന് മുഹമ്മദ് ഒരു രാഷ്ട്രമുണ്ടാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയായി തീർന്നിട്ടുണ്ട്. നമുക്കതൊരു തൃപ്തനാണ്, നമുക്കതൊരു ഭയപ്പെടുത്തലാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ കഥ കഴിച്ചിട്ടേ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ എന്ന് അബൂജഹൽ അടക്കമുള്ളവർ വിചാരിക്കുകയും അങ്ങനെ അവർ പുറപ്പെടുകയും ചെയ്തു. ഈ പുറപ്പാടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആൻ നാസ് വലാ തകൂനു കല്ലദീന തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. അവർ പുറപ്പെടുന്നത് ബതറൻ, അഹങ്കാരത്തോടെയും, വരിആന്നാസ്, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയുമാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ തടയാനും വേണ്ടിയാണ്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു ആകട്ടെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുള്ളവനാണ്, അറിവുള്ളവനാണ്. അങ്ങനെ അബൂജഹൽ പുറപ്പെടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. പരസ്പരം ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ വരുന്നത്, യുദ്ധത്തിന് വരുന്നത് അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘത്തെ പിടിക്കാൻ പോവുക, അബൂജഹലും കൂട്ടുകാരും യുദ്ധത്തിന് വേണ്ടി വരിക. ഇതിൽ രണ്ടിൽ നിന്നോ അബൂ സുഫിയാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വഴിക്ക് വെച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി. 300ഓളം ആളുകൾ അബൂജഹലിനോട് പറഞ്ഞു, ഞങ്ങളില്ല, കാരണം നമ്മൾ വന്നിട്ടുള്ളത് ഈ അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താനാണ്, ഞങ്ങൾ തിരിച്ചു പോവുക. അബൂജഹൽ വന്ന്, നിങ്ങൾ പോയിക്കോളെ, ഞങ്ങൾ പോകും, എന്റെ കൂടെ ആരൊക്കെയുണ്ട്? ബാക്കിയുള്ളവർ വന്നു. ബാക്കിയുള്ളവരുടെ എണ്ണമാണ് 1000ന്റെ അടുത്ത്. അപ്പോൾ 1300ഓളം ആളുകൾ വന്നിട്ട് ഈ പറയപ്പെടുന്ന അബൂജഹലിന്റെ വാക്ക് കേട്ടുകൊണ്ട് അത് കേൾക്കാതെ തിരിച്ചു പോയ 300 കുറച്ചാൽ അതിന്റെ ബാക്കിയാണ് 1000. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എണ്ണം മനസ്സിലായിട്ടില്ല. നമ്മളിത് പഠിച്ചതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ടിരിക്കുക, ബദറിലേക്ക് വരിക. ആ സമയത്ത് പിശാചുകൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, അബൂജഹൽ അടക്കമുള്ള ആളുകൾക്ക് എന്തിനാ തിരിച്ചു പോകുന്നത്, മുഹമ്മദിനെ തീർത്തിട്ട് പോയാൽ മതി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. സാക്ഷാൽ പിശാച് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ വരികയാണ്. ബദറിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന സൈന്യത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സുറാഖയുടെ രൂപത്തിൽ വന്നിട്ട് പിശാച് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് സയ്യന ലകുമുശ് ശൈത്വാനു അഅമാലകും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസ് വഇന്നി ജാറുൽ ലകും. പിശാച് വന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ എന്തിനാ തിരിച്ചു പോകുന്നത്? ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരാൾക്കും തന്നെ സാധ്യമല്ല. പിശാച് അവർക്ക് ആ രൂപത്തിലാണ് തോന്നിപ്പിച്ചു കൊടുത്തത്, അഅമാലഹും, അവരുടെ പ്രവർത്തനം. എന്നിട്ട് വഖാലവൻ പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ, ഇന്ന് നിങ്ങൾ തിരിച്ചു പോകണ്ട, ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ ഈ ലോകത്താരുമില്ല. എത്ര മനുഷ്യന്മാർ നിങ്ങൾ കൂടണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇന്ന് പിശാച് അവരെങ്ങനെ കൊണ്ടുപോയി. അവസാനം പിശാച് ബദറിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന സംഘമൊക്കെ നമുക്ക് സൂചിപ്പിക്കുവാനുണ്ട്. അങ്ങനെ അവർ കൊണ്ടുപോവുകയാണ് പിശാചിന്റെ കൂടെ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രത്യേകമായ നിർദ്ദേശം കൊണ്ട് ഇവർ മുന്നോട്ട് പോയി. അവസാനം ബദറിൽ എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് സൂചന കിട്ടി, അവിടെ ബദറിലേക്ക് മുശ്രിക്കുകൾ വന്നിട്ടുണ്ട്, അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഇനി യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദൂതന്മാരെ പ്രത്യേകമായി അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കണം. എന്നിട്ട് പോയി നോക്കിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടുമ്പോൾ ആ വിവരവുമായി എൻ്റെ അരികിലേക്ക് വരണം. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഒന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് സുബൈർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ 3 ആളുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞയച്ചു. സൈന്യം ഇങ്ങനെ നീങ്ങി വരിക, നടന്നും ഒട്ടകപ്പുറത്തൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ പോലെയുള്ള ആധുനിക സൗകര്യമൊന്നുമല്ല. അങ്ങനെ നടന്നും ഒട്ടകപ്പുറത്തുമൊക്കെ എത്തുന്ന സൈന്യത്തിന്റെ മുൻകൂട്ടി ഒരു കുതിരപ്പുറത്ത് ഇവരെ 3 ആളെയും പറഞ്ഞയച്ചു. അവർ ചെന്ന് നോക്കുമ്പോൾ ബദറിന്റെ ഓരത്ത് ആ കിണറിന്റെ അരികിൽ 2 ആളുകൾ ഇങ്ങനെ വെള്ളം കോരുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ഈ 2 ആളുകളെയും പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചു നടന്നു. അവരിങ്ങനെ വരിക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ 2 ആളുകൾ ഇവരുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഈ 2 വ്യക്തികളും പറഞ്ഞു, ഈ 2 അടിമകളും പറഞ്ഞു, നഹ്നു സുഖാത്ത് ഖുറൈശ്, ഞങ്ങൾ ഖുറൈശികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കളവാണ്. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ അബൂ സുഫിയാന്റെ ആളായിട്ടാണ് ഇവർ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അബൂ സുഫിയാന്റെ ആളല്ല. അങ്ങനെ ഇവർ അടിമകളെ അടിച്ചു. അടി കിട്ടിയപ്പോൾ ഇവർ സ്വാഭാവികമായി പറഞ്ഞു, അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 ആളുകളും പറഞ്ഞു, ഞങ്ങൾ അബൂ സുഫിയാന്റെ ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് സന്തോഷമായി, സമാധാനമായി. അങ്ങനെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറയുകയാണ്, ഇദാ സദഖാകും ലറത്തുമൂഹുമാ, അവർ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവർ 2 പേരെയും അടിച്ചു. വഇദാ കദബാകും തറത്തുമൂഹുമാ, അവർ കളവ് പറഞ്ഞപ്പോൾ നിങ്ങൾ അടി നിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞത് ഖുറൈശികൾക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി വന്നതാണ് ഈ 2 മനുഷ്യന്മാർ, ഈ 2 അടിമകള്. അത് പറഞ്ഞപ്പോൾ ഇവർ അടിച്ചു. അടി കിട്ടി പ്രയാസപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞു, അല്ല ഞങ്ങൾ അബൂ സുഫിയാന്റെ ആൾക്കാരാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പോലീസ് കൊണ്ടുപോകുന്ന അതേപോലെ തന്നെ. അങ്ങനെ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ ഖുറൈശികളെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ 2 പേര് പറഞ്ഞു, അതെ അവരുണ്ട്, ഈ മലകൾക്കപ്പുറത്ത് അവർ എത്തി നിൽക്കുന്നുണ്ട്, ബദറിനോട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എത്ര ആളുകളുണ്ട് പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 2-3 മനുഷ്യന്മാരെ അലി റളിയല്ലാഹു അൻഹു ഇവരടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ തന്നെ ഒരു പ്രത്യേകത അല്ലേ, എത്ര ആളുകളുണ്ട് പറ. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല എത്ര ആളുകളുണ്ട് എന്നറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുകയാണ്, ഇതിലൊക്കെ നമ്മളുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല പ്ലാനിങ്. ഇസ്ലാമിന്റെ ഒരു വല്ലാത്ത സൂറത്തു ശൂറ വിശദീകരിക്കാൻ സമയമില്ല. സൂറത്തു ശൂറ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, പ്ലാനിങ്, നല്ല ചിന്തിക്കണം. മുസ്ലിം സമൂഹം അവരുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ ശരിക്ക് ചിന്തിച്ച് ഒരുമിച്ച് നിൽക്കേണ്ടടുത്ത് ഒരുമിച്ച് നിൽക്കണം, കൂട്ടായി പ്രവർത്തിക്കേണ്ടടുത്ത് കൂട്ടായി പ്രവർത്തിക്കണം. ഒറ്റയ്ക്ക് ഒരു നേതൃത്വം ഒരാളോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഹക്കായ രൂപത്തിലാണെങ്കിൽ ചെയ്തു കൊടുക്കണം, അതിൽ ഖൈറുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 മനുഷ്യന്മാരോട് ചോദിച്ചു, എത്ര ആളുണ്ട് അവര്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, കുറേ ആളുകളുണ്ട്, എണ്ണം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു ദിവസം എത്ര ഒട്ടകങ്ങൾ അറക്കാറുണ്ട് ഖുറൈശികൾ? എത്ര ഒട്ടകങ്ങൾ അറക്കും? അപ്പോൾ ഈ 2 മനുഷ്യന്മാരും പറഞ്ഞു, ഏകദേശം ഒരു ദിവസം യൗമൻ അത്തിസ്അത്തുൻ യൗമൻ അശറത്തു, ചില ദിവസം 9, ചില ദിവസം 10. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കൂട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൗമു മാ ബൈന 900 വൽ 1000, 900-നും 1000-നും ഇടയിലാണ് ഏകദേശം. അഥവാ ഒരു ഒട്ടകത്തിന്റെ ഒരു 100 ആളുകൾ ഭക്ഷിക്കും, അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഏകദേശം ഒരു രൂപം കിട്ടി. എത്ര ആളുകളുണ്ട് ചോദിച്ചു. കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അവരുടെ മഹാന്മാര്, നിങ്ങൾ മഹാന്മാരായി കാണുന്ന എത്ര നേതാക്കന്മാർ, ലീഡേഴ്സ് അതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എണ്ണി പറഞ്ഞ് ആരൊക്കെയെന്നറിയോ? ഒന്നാമതായിട്ടുള്ളത് ഉത്ബത്ത് ബിൻ റബിയ, ശൈബത്ത് ബിൻ റബിയ, അബൂ ജഹൽ ബിൻ ഹിശാം, ഉമയ്യത്ത് ബിൻ ഖലഫ്, അബുൽ ബഖ്തർ ബിൻ ഹിശാം, ഹകീം ബിൻ ഹിശാം, നൗഫൽ ബിൻ ഖുബൈലദ്, അൽ ഹാരിസ് ബിൻ അംർ ബിൻ നൗഫൽ, ഇങ്ങനെ എണ്ണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് പറയുകയാണ്, സ്വഹാബിമാരുടെ അരികിലേക്ക് ഫഅഖബല റസൂൽ ഇലാ സ്വഹാബിഹി ഖായില, പ്രവാചകൻ സ്വഹാബിമാരുടെ അരികിലേക്ക് ചെന്നിട്ട് അവരൊന്ന് പറയുകയാണ്, ഹാദിഹി മക്ക, നമ്മൾ പോന്ന മക്കയുണ്ടല്ലോ, നമ്മുടെ ദേശമുണ്ടല്ലോ,
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോയപ്പോൾ അവിടെ നിന്നുകൊണ്ട് സംസാരം നടത്തിയിട്ടുണ്ട്. അല്ലയോ മക്ക, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭൂമിയിലുള്ള നാട്. എന്റെ സമൂഹം എന്നെ ഇവിടെ നിന്നും പുറത്താക്കുമായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറയാണ് ഇവിടെ വഹാദിഹി മക്ക, ആ മക്കയുണ്ടല്ലോ കത് അൽഖത് ഇലൈക്കും മഫ്ലാദക, ആ മക്ക ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് തള്ളിയിട്ടിട്ടുള്ളത് അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നാളെ ഒരു യുദ്ധമുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പെട്ടെന്ന് യാത്ര തുടരുകയാണ്. ഈ പറയപ്പെടുന്ന വെള്ളസ്ഥലത്തേക്ക് പ്രവാചകൻ ആദ്യമെത്തി. കാരണം അവിടെ ഒരു കിണറാണുള്ളത്, ഒരു വെള്ളത്തിന്റെ കുറച്ച് സാഹചര്യങ്ങളുണ്ട്. മുശ്രിക്കുകൾ എത്തുന്നതിന്റെ മുമ്പ് മുഅ്മിനീങ്ങൾ അവിടെ എത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധതന്ത്രം മെനയുകയാണ്. കാരണം നാളെ ഒരു യുദ്ധം നടന്നാൽ വെള്ളം അത്യാവശ്യമാണ്. 150ഓളം കിലോമീറ്റർ താണ്ടിയിട്ടാണ് അൻസാറുകളും മുഹാജിറുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരുന്നത്. വെള്ളം വേണം. അവർ വരുന്നത് 300ഓളം കിലോമീറ്റർ ദൂരെ നിന്നാണ്. അവര് അറമാദിച്ചാണ് വരുന്നത്. പെണ്ണ് പിടിച്ച് കള്ള് കുടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി റബ്ബിൽ തവക്കുൽ ചെയ്തു പോകുന്ന ഒരു സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നടക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വെള്ളസ്ഥലത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, നമുക്ക് ഇവിടെ നിൽക്കാം. സഹാബിമാരിൽ ചില ആളുകൾ ചോദിച്ചു, റസൂലേ, ഈ സെലക്ഷൻ അങ്ങ് നേരിട്ട് സെലക്ട് ചെയ്തതാണോ അതല്ല അള്ളാന്റെ വഹി കൊണ്ടാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്, എന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു തന്ത്രമാണ്. സഹാബിമാരിൽ ചിലർ പറഞ്ഞു, പ്രവാചകരെ, ഇത് അങ്ങയുടെ സെലക്ഷനാണ് എങ്കിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അതല്ല, സർവ്വലോക രക്ഷിതാവും എല്ലാം അറിയുന്നവരുമായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഇവിടെ ടെന്റ് കെട്ടാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് പടച്ച റബ്ബിന്റെ ഹിക്മത്തിന് വിട്ടുകൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സ്വഹാബിമാരിൽ ചിലർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, റസൂലേ, ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, നമുക്ക് കുറച്ച് മുകളിലുള്ള പ്രദേശത്തേക്ക് യാത്ര ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ശേഖരിച്ചതിന് ശേഷം ഈ കിണർ നമുക്ക് താൽക്കാലികമായി മൂടണം. എന്തുകൊണ്ടാണ് അത്? പിന്നീട് ആ യുദ്ധം നടക്കുന്ന പിറ്റേ ദിവസം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഖുറൈശികൾ എല്ലാവരും ഓടി വരിക. അവർക്ക് കൃത്യമായി അറിയാം ബദറിൽ കിണറുണ്ടെന്നും വെള്ളമുണ്ടെന്നും അവിടെ ചെന്നാൽ വെള്ളം ശേഖരിക്കണമെന്നും ഒക്കെയുള്ള ഒരു പ്രത്യേകമായ അറിവ് അവർക്കുണ്ട്. അവരുടെ കച്ചവട സംഘത്തിന്റെ യാത്രയിലുള്ള ഒരു പ്രത്യേകമായ ഏരിയയാണ് ബദർ എന്ന് പറയുന്നത്. അവർ ഓടി വന്നു നോക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇല്ലാതെയായിട്ടുണ്ട്. ഒരിറ്റു വെള്ളം അവർക്ക് കുടിക്കാനില്ല. അവരുടെ പകുതി മനോവീര്യം തകർന്നു പോയി. വെള്ളമില്ല. 300 കിലോമീറ്ററോളം മരുഭൂമിയുടെ യാത്ര ചെയ്ത് ഇപ്പോൾ എനിക്ക് ദാഹം തീരുമാൻ മാത്രം വെള്ളമുണ്ടാകുമെന്ന് കരുതി വന്ന അബൂജഹലും മുത്തുബത്തും ശൈബയും അടക്കമുള്ള ആളുകൾ ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. കൊണ്ടുവന്ന തോൽപാത്രത്തിൽ നിന്ന് ആകെ അടിപിടിയായി, പ്രശ്നമായി. വെള്ളമില്ലാതെ എങ്കിലും യുദ്ധം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തന്ത്രം മെനഞ്ഞതോടുകൂടി അവരുടെ പകുതി ജീവൻ നഷ്ടപ്പെട്ടവരെ പോലെയായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് സൈന്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേകമായ കാര്യത്തിൽ പുറപ്പെടുമ്പോൾ നാട്ടിലുള്ള പള്ളി അനാഥമാകാൻ പാടില്ല. അല്ലേ? നമ്മൾ സമ്മേളനങ്ങൾക്കൊക്കെ പോകും. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തും. എപ്പോൾ വന്നൊരു ഓർമ്മയാണ്. സമ്മേളനങ്ങൾക്ക് പോകും, പ്രോഗ്രാമുകൾക്ക് പോകും, അവസാനം പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 12-നാണ് പുറപ്പെടുന്നത്. 17-നാണ് യുദ്ധം നടക്കുന്നത്. റമദാൻ 12-ന് പുറപ്പെട്ടു പോകുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചു. ഞങ്ങളൊരു യാത്ര പോവുകയാണ്, അബ്ദുല്ലാഹ് നീയാണ് ഇനി ബാങ്ക് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം അവിടെ വെച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ബാങ്കിന്റെ വിഷയം റെഡിയാക്കി. നമ്മളാണെങ്കിലോ വീട്ടിൽ സാധനം വാങ്ങി കൊടുത്ത് എല്ലാം റെഡിയാക്കി. ആരും തന്നെ ബാങ്ക് കൊടുത്തു എന്ന് ഏൽപ്പിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അവിടെയാണ് വ്യത്യാസം. വൈഫിന്റെ കാര്യമൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പള്ളിയുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെയൊക്കെ പാടില്ല. പലരും വിചാരിച്ചിട്ടുള്ളത്, ഈ മഹലിനെ കുറിച്ച് എനിക്കറിയുന്നില്ല, മൊത്തത്തിൽ പറയാം, അത് സെക്രട്ടറി ഉണ്ടല്ലോ പ്രസിഡന്റ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. അത് അവരെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കൂടി കൊടുക്കേണ്ടടുത്ത് കൂടി കൊടുക്കണം, ഒരുമിച്ച് നിൽക്കേണ്ടടുത്ത് ഒരുമിച്ച് നിൽക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം.
എന്നിട്ട് ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അദ്ദേഹം റൗഹ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ ലുബാബയോട് പറഞ്ഞു, അബൂ ലുബാബ നീ തിരിച്ചു പോകണം, എന്നിട്ട് മദീനയിൽ ഒരു അമീറിന്റെ വേഷം ചമയണം, അമീറായി മദീനക്ക് മൊത്തത്തിൽ ഒരു നേതാവായിക്കൊണ്ട് നീ അവിടെ ഉണ്ടാകണം. ബാങ്ക് അബ്ദുള്ളയെ ഏൽപ്പിച്ചിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. അതുപോലെ തന്നെ രണ്ടാളുകളെ ബദറിലേക്ക് വീക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം എവിടെ എത്തി എന്ന് നോക്കുവാൻ വേണ്ടി രണ്ടാളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞയച്ചിരുന്നു. അങ്ങനെ ആ പറഞ്ഞയച്ചതും അബൂ സുഫിയാൻ തമ്മിൽ കച്ചവട സംഘവുമായിട്ട് ഒരു ഭാഗം വരാനുണ്ട്. അതെന്തെന്നറിയോ? ഈ അബൂ സുഫിയാന് എങ്ങനെയാണ് തിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ രണ്ട് ദൂതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സുഫിയാന് രണ്ടാളുകളെ പറഞ്ഞയച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച രണ്ടാളുകൾ നേരത്തെ ബദറിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ നോക്കി. അപ്പോൾ അബൂ സുഫിയാൻ ഒന്നും കാണുന്നില്ല ആ സമയത്ത്. എന്നിട്ട് അവർ തിരിച്ചു പോന്നു. റസൂലിനോട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല, പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. കുറച്ച് മുമ്പ് നടന്ന സംഭവമാണ്. അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ബദറിലുള്ള 1-2 ആളുകൾ പറഞ്ഞു, ആരും ഇവിടെ വന്നിട്ടില്ല പ്രത്യേകിച്ച്. പക്ഷെ 2 ആളുകൾ വന്നിരുന്നു, അവരുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയില്ല. ഈ അബൂ സുഫിയാന്റെ ബുദ്ധിയെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഒന്നുകൂടി ബാക്കിലേക്ക് പോയത്. അബൂ സുഫിയാൻ വന്നിട്ട് ഈ മനുഷ്യന്മാരെ വിശ്രമിച്ച 2 ആളുകൾ, ഈ പറയപ്പെടുന്ന അദീ ഇബ്നു അബീ റബാഹയും അതുപോലെ തന്നെ ബസ്ബസ് ഇബ്നു അംർ വിശ്രമിച്ച മരത്തിന്റെ കീഴിൽ വന്നിട്ട് അവരുടെ ഒട്ടകം കാഷ്ടമിട്ടിരുന്നു. ആ കാഷ്ടം എടുത്തിട്ട് അബൂ സുഫിയാൻ, അന്ന് മുശ്രിക്കായിരുന്ന അബൂ സുഫിയാനെ കാഷ്ടമെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒട്ടകം കാരക്ക തിന്നിട്ട് ആ കാരക്കയുടെ കുരുണ്ട് ഈ കാഷ്ടത്തിൽ. അബൂ സുഫിയാൻ ആ കുരു എടുത്തിട്ട് പറഞ്ഞു, ഇത് തീർച്ചയായും ഇത് മദീനക്കാരുടെ കാരക്കയാണ്. മദീനക്കാരുടെ കാരക്ക ഇവിടെ എത്തണമെങ്കിൽ മദീനയിൽ നിന്ന് ഒട്ടകം വന്നിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഈ സമയത്ത് വെറുതെ ഒട്ടകം വരില്ല, നമ്മളെ പിടികൂടാൻ ആരോ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവര് പിന്നീട് ബഹറിന്റെ തീരത്തുകൂടി യാത്ര പോകുന്നത്. അത് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അബൂ സുഫിയാൻ അത്രയധികം വിശാലമായി കൊണ്ട് ചിന്തിച്ചിരുന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ബദറിന്റെ രണാങ്കണ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ യുദ്ധം ഉറപ്പിക്കുകയാണ്. യുദ്ധം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു നേതാവാണ് ഉണ്ടാവുക. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. എല്ലാവരും നേതാക്കന്മാരാകാൻ പാടില്ല, എല്ലാവരും മനികളുമാകാൻ പാടില്ല. നല്ല കെട്ടുറപ്പുള്ള ഒരു നേതൃത്വം ഓരോ മുസ്ലിം സമൂഹത്തിനും നിർബന്ധമാണ്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പ്രബോധനത്തിന് ഒരു നേതൃത്വം നൽകാൻ ആളുകൾ വേണം. അതുപോലെ തന്നെ പള്ളി ഉണ്ടാക്കാൻ നേതൃത്വം നൽകാൻ ഒരാൾ വേണം. ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കടിഞ്ഞാണ് പിടിക്കാൻ പാടില്ല. പക്വമായ ഒരു നേതൃത്വം നമുക്ക് നിർബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 300 ചില്ലാനം വരുന്ന സ്വഹാബ കിറാമുകൾ വ്യത്യസ്തമായ സംഘങ്ങളാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണിയതാ. നാളെ യുദ്ധം ഉറപ്പായി. വന്നത് കച്ചവട സംഘത്തെ പിടിക്കാനാണ്. സാധാരണ വളരെ കുറഞ്ഞ വാളും അതുപോലെ തന്നെ യുദ്ധ സാമഗ്രികളും മാത്രമുണ്ട്. 2 കുതിരകളുണ്ട്. ആ 2 കുതിരകൾ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ പെട്ടെന്ന് ഇതുപോലെ പ്രതിസന്ധിയിലെത്തിയാൽ നമ്മൾ എന്താ പറയാ, നിങ്ങൾ ആകെ 2 ആളേ ഉള്ളൂ. ഇനി ആ പ്ലാനിങ് വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒരു പൊതു പതാകയുണ്ട്. മുസ്ലിം സമൂഹത്തിന് ഒരു പൊതു പതാക, അതിന്റെ നിറം വെള്ളയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് കൊടുത്തത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വെളുത്ത പതാക നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്ഥാനം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് 2 കത്തീബുകൾ, കത്തീബ എന്ന് അറബിയിൽ പറയുമ്പോൾ ജമാഅത്ത് എന്ന് പറഞ്ഞ സംഘം, യുദ്ധ സംഘത്തിനാണ് കത്തീബത്ത് എന്ന് പറയാം. 2 യുദ്ധ സംഘങ്ങളാക്കി മാറ്റി. ഒന്ന് മുഹാജിറുകളും മറ്റൊന്ന് അൻസാരികളും. മുഹാജിറുകളുടെ പതാക നൽകിയിരിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ കൊടുത്തു ഒരു പതാക. മറ്റൊന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ അൻസാരികളുടെ പതാക കൊടുത്തു. ചരിത്രം വിളിക്കുന്നു 2 പതാകയുടെ നിറങ്ങൾ കറുപ്പായിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ ഓർമ്മപ്പെടുന്നത്, നമ്മളെ നാട്ടിലുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് ഈ പച്ച പതാക എവിടുന്ന കിട്ടിയെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ നാട്ടിലും ഈ മുസ്ലിങ്ങൾ എന്തെങ്കിലും പരിപാടി ഒരു പച്ച, ഞാൻ ലീഗിന്റെ വിഷയമല്ല കേട്ടോ പറയണത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
അതല്ല, മൊത്തത്തിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതുകയാണെങ്കിൽ പച്ച, ചന്ദ്രക്കല വരയ്ക്കുകയാണെങ്കിൽ പച്ച, അങ്ങനെ പച്ച. ഒരു ഇപ്പൊ ജാറത്തിന് പച്ച, എല്ലാത്തിനും പച്ച. ഈ പച്ച ഇസ്ലാം തമ്മിൽ സ്വർഗത്തിൽ പക്ഷികളുടെ നിറം പച്ചയാണ് എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ടല്ലാതെ പതാകയുടെ വിഷയത്തിൽ എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വാട്സപ്പിൽ അതൊന്ന് അറിയിച്ചെന്നാൽ മതി. ഏതായിരുന്നാലും നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് അൻസാരികളും മുഹാജിറുകളുമായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലും സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലും രണ്ട് പതാകകൾ കൊടുത്തു. ഇനിയാണ് കുതിരപ്പടയാളികളെ നിർത്തുന്നത്. അപ്പോൾ ഒന്നാമത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, രണ്ട് ഭാഗത്ത് രണ്ട് സംഘമായി, ഒന്ന് അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സഅദ് റളിയല്ലാഹു അൻഹു. ഇനി രണ്ട് കുതിരപ്പടയാളികൾ. ആ രണ്ട് കുതിരപ്പടയാളികളും പറഞ്ഞു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിൽക്കണം. രണ്ട് കുതിരകൾ ഉണ്ടായിരുന്നത് ഒന്ന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനും മറ്റൊന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനുമാണ്. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നീ യമീന് വലത് ഭാഗത്ത് നിൽക്കണം. നീ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇടത് ഭാഗത്ത്. ഉള്ളത് കൊണ്ട് ശത്രുക്കൾക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി പുറപ്പെടുക, ഉള്ളത് വെച്ചുകൊണ്ട്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതു നേതൃത്വം ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പൊതു നേതൃത്വവും ഏറ്റെടുത്തു. അങ്ങനെ യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കം വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ടെന്റിന്റെ പുറത്തും അകത്തുമായി കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പുറത്ത് ഏകദേശം ശത്രുക്കളെ നേർക്കുനേരെ കാണുന്ന സമയത്ത് മുഹാജിറുകളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട സഹാബിമാരോട് പ്രവാചകൻ അവസാനമായി കൊണ്ട് ഒന്നുകൂടി അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? മുഹാജിറുകളിൽപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറഞ്ഞു, റസൂലേ അങ്ങ് ഉദ്ദേശിച്ചത് ചെയ്യുക, ഞങ്ങൾ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് ഉദ്ദേശിച്ചത് ചെയ്യുക, ഞങ്ങൾ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവും പറഞ്ഞു, റസൂലേ അങ്ങ് ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. ബദറിന്റെ രണാങ്കണ വീതിയിലേക്ക് ഞങ്ങളുടെ വിഷയത്തിൽ ആകുലതപ്പെടേണ്ട. കാരണം ഒരിക്കലും തന്നെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു കൽപ്പിച്ചത് എങ്ങനെയാണോ ആ രൂപത്തിൽ മുന്നോട്ട് പോവുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് റസൂലേ. കാരണം ഇവർ അൻസാരികളിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫുൾ സപ്പോർട്ട് നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ. ബദറിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് ബനൂ ഇസ്രായേലുകാര് മൂസാ നബിയോട് പറഞ്ഞ നന്ദികേടിന്റെ വർത്തമാനം ഞങ്ങൾ പറയില്ല റസൂലേ. മൂസാ നബിയോട് നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞ ബനൂ ഇസ്രായേലുകാരെന്താ പറഞ്ഞതെന്നറിയുമോ? അവരോട് പ്രത്യേകമായി കൊണ്ട് നൈലിന്റെ തീരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ തീഹ് മരുഭൂമിയിലേക്ക് പ്രവാചകൻ മൂസയെയും കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മൂസാ നബി കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിനാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. അല്ലയോ മൂസ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും സാധ്യമല്ല. നീയും നിന്റെ റബ്ബും പോയി അവരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക, അതിനുശേഷം ഞങ്ങൾ വന്നുകൊള്ളാം. ഈ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തരത്തിലുള്ള നന്ദികേട് പ്രവാചകരെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംതൃപ്തിമായി. അതുപോലെ തന്നെ അൻസാരികളിൽപ്പെട്ട ഔസ് ഗോത്രക്കാരനായിരുന്ന ഔസിന്റെ പതാകവാഹകൻ സഅദ് റളിയല്ലാഹു അൻഹുവും ഇതുപോലെ തന്നെ ഒരു വാചകം പറഞ്ഞു. ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോൾ ഈ രണ്ട് വാചകങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ബനൂ ഇസ്രായേലുകാർ മൂസായോട് പറഞ്ഞ നന്ദികേടിന്റെ വർത്തമാനം ഞങ്ങൾ പറയില്ല. രണ്ടാമത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്തറിയോ? അങ്ങ് ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. സത്യവുമായി അങ്ങനെ നിയോഗിച്ച പടച്ചറബ്ബാണ് സത്യം. നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഒരു കടലിന്റെ അഗാധമായ ഗർത്തത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അങ്ങയുടെ കൂടെ ഊളിയിട്ടുകൊണ്ട് കടന്നു വരാൻ ഞങ്ങൾ തയ്യാറാണ് റസൂലേ. ഒരു കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ഫുൾ സപ്പോർട്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ അവരിങ്ങനെ ടെന്റിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടുക. അപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് ഈ പറയപ്പെടുന്ന ഖുറൈശികളുണ്ട്. അപ്പുറത്ത് അബൂ സുഫിയാന്റെ യാത്രാ സംഘം അവിടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ 2 അനുഗ്രഹങ്ങൾ ഇറങ്ങുകയാണ്. ബദറിന്റെ തലേ ദിവസം 2 അനുഗ്രഹങ്ങൾ ഇറങ്ങി. ഒന്നെന്താണെന്നറിയോ? ഇവർക്ക് പടച്ച റബ്ബ് ഒരു മയക്കം ഇട്ടുകൊടുത്തു. ഒരു നല്ല സുഖസുന്ദരമായ ഒരു ഉറക്കം കൊടുത്തു പടച്ച റബ്ബ്. ഇത് വെറുതെ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാം, അപ്പുറത്ത് യുദ്ധം നടക്കുക. ഇത് മനസ്സിലാക്കണേ, നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഒരു 5000 രൂപ കടം കൊടുക്കാനുണ്ട്. ഒരാൾ നാളെ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഉറക്കമുണ്ടാകുമോ? നമുക്കും ഉറക്കമുണ്ടാവില്ല, വൈഫിനും ഉറക്കമുണ്ടാവില്ല, കുട്ടികൾക്കും ഉറക്കമുണ്ടാവില്ല. ഓളെ സ്വൈര്യം കെടുത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടാക്കിയിട്ട് എന്താ ചെയ്യാം? ഒക്കെ വേണം, നല്ലതാണ്. പക്ഷെ ഒരു യുദ്ധം നാളെ ഉറപ്പിക്കുകയാണ്. നാളെ റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിനിറങ്ങും. ഇന്നത്തെ യുദ്ധമായില്ല. ഇന്ന് ലാപ്ടോപ്പും അതുപോലെ തന്നെ ആധുനിക സംവിധാനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റൂട്ട് നോക്കിയിട്ട് ബോംബ് വർഷിക്കുക. അന്നങ്ങനെയല്ല, നേർക്ക് നേരെ വെട്ടുക. ഒരു വെട്ട് പിഴച്ചാൽ അടുത്ത വെട്ട് തന്റെ കഴുത്തിന് വെട്ടുമെന്ന് ഉറപ്പുള്ള സഹാബിമാർ. ഉറപ്പാണ്, എന്തായാലും വെട്ടുകിട്ടും. നാളെ മരിക്കുന്ന ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സഹാബിമാര് സുന്ദരമായി ഉറങ്ങി. ഒരു ക്ഷീണമില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, 2 സഹായങ്ങളാണ് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ബദറിന്റെ തലേ ദിവസം ഈ മുസ്ലിങ്ങൾക്ക് കിട്ടിയത്. ഒന്ന്, ഇത് അല്ലാഹു ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബിമാരെ ഉറക്കി കിടത്തി. അവർക്ക് യുദ്ധമൊന്നും തോന്നിയിട്ടേ ഇല്ല. സുഖസുന്ദരമായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരണ്ട് ഉറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോഴോ നല്ല ആശ്വാസം. യുദ്ധത്തിന് വന്നതാണെന്നുള്ളൊരു ഓർമ്മയും കൂടിയില്ല. എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് അത്രയും മാനസികമായ സപ്പോർട്ട് ഈ മനുഷ്യന്മാർക്ക് കൊടുത്തു. രണ്ടാമത്, വയുനസ്സിലു അലൈക്കും മിനസ് സമായി മാആ, ഒരു പ്രത്യേകമായ മഴ അവർക്ക് വർഷിപ്പിച്ചു കൊടുത്തു. അവർ നിൽക്കുന്നത് നല്ല പ്രയാസമുള്ള, അതല്ലെങ്കിൽ ഒരു മണൽക്കെട്ടുകളിലൊക്കെയാണ് അവരിങ്ങനെ തമ്പെട്ടി നിൽക്കുന്നത്. ആ സമയത്ത് ഒരു പതുക്കം, അതുപോലെ തന്നെ ഒരു നേർമയുള്ള, ഒരു സോഫ്റ്റ് ആക്കി മണ്ണിനെ മാറ്റിക്കൊടുത്തു. ഒരു മഴ ഇറക്കി കൊടുത്തു. ആ മഴ വെറും മഴയല്ല, നമ്മുടെ നാട്ടിൽ പെയ്ത മഴയല്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പൈശാചികമായി വല്ല പ്രയാസവും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു മഴയാണ് പടച്ച റബ്ബ് ഇറക്കി കൊടുത്തത്. ഹൃദയത്തെ പിടിച്ചു നിർത്താൻ ആ മഴയിലൂടെ പടച്ച റബ്ബ് ഇവർക്ക് തൗഫീഖ് നൽകി. യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മഴ ഇറക്കി കൊടുത്തു. 2 സഹായങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. അങ്ങനെ അത് ഇറക്കി കൊടുത്തു. ഈ മനുഷ്യന്മാരെ എല്ലാവരും സുഖമായി ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു. എന്നിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് അവസാനം അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇട്ടിരുന്ന തട്ടം നിലത്ത് വീണു. ഇനി ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. 10-15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇട്ടിരുന്ന തട്ടമൊക്കെ നിലത്ത് വീണു. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അബൂബക്കർ എവിടുന്ന് തുടങ്ങിയതാ? 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി അന്ന് മുതൽ റസൂലിന്റെ കൂടെ ഉണ്ട്. എവിടെ പറഞ്ഞു അവിടെ അബൂബക്കർ ഉണ്ട്. പക്ഷെ മരിക്കുന്ന നേരത്ത് അബൂബക്കർ റളിയല്ലാഹു ഇല്ല. മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു വൈഫിന്റെ നാട്ടിലേക്ക് പോയി എന്ന ചരിത്രം പറയുന്നത്. പിന്നീട് വരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവിവരം അറിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം ഹിജ്റയിൽ കൂടെയുണ്ട്, യുദ്ധത്തിൽ കൂടെയുണ്ട്, എല്ലാത്തിനും കൂടെയുണ്ട്. സമ്പത്ത് കൊടുത്ത് സഹായിച്ചു. ദീനിന് വേണ്ടി, ദീനിനെ സഹായിക്കാൻ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായാൽ എന്തറിയോ, അതറിയാതെ അങ്ങനെ അതിന് പിറകിൽ പോകും. ഇല്ലേ? നമ്മളടുത്ത് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത് ബന്ദിയോട് ഒരു പള്ളിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ഒരു ക്ലാസ്സിന് പോയിരുന്നു. 1-2 യുവാക്കളാണ്. അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ നാട്ടിൽ പോലും അങ്ങനെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. യുവാക്കൾ അവർ മുന്നോട്ടിറങ്ങുക ദീനിനു വേണ്ടി സേവനങ്ങളിലേക്ക്. എന്തെന്നറിയോ, അവരിത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി 3 കൊല്ലമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് എന്നാണ്. അതായത് ഇസ്ലാഹി ആദർശം സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിൽ വരുന്നത് പണ്ടേ മുജാഹിദ് പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസങ്ങളുണ്ട്. ഇവിടെയൊക്കെ ബാത്തിലിനെ തിരിച്ചറിഞ്ഞ് ഹക്കിനെ സ്വീകരിച്ചവരാണ് നിങ്ങളിൽ അധികം ആളുകൾ. എന്താണ് ശിർക്ക് എന്ന് ബോധ്യപ്പെട്ട് അതിൽ ജീവിച്ച് അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ കൂടെ ജീവിച്ച് തിരിച്ചു വന്നവരാണ് പല ആളുകളും. അതുകൊണ്ട് കുറച്ച് അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഷോൾഡറിലുള്ള വസ്ത്രം നിലത്ത് വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കഫാക മുനാശദതുക റബ്ബക യാ റസൂലല്ലാഹ്, മതിയാക്കാൻ സമയമായില്ല റസൂലേ, എത്ര സമയമായി അങ്ങിങ്ങനെ പ്രാർത്ഥിക്കുന്നത്?
അള്ളാന്റെ ഹബീബ് പ്രാർത്ഥിച്ചത് എന്താ അറിയോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ ഫലൻ തുബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘമുണ്ട്, തൗഹീദിനാൽ കടഞ്ഞെടുത്ത ഈ 300 ചില്ലാനം വരുന്ന സ്വഹാബിമാരടക്കമുള്ള സംഘം, ഈ സംഘത്തെ നീ ഇപ്പോൾ നശിപ്പിക്കുകയാണെങ്കിൽ നാളെ കടന്നു വരുന്ന അബൂജഹലിന്റെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ, ഉത്ബയുടെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ, മക്കക്കാരുടെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ, ഫലൻ തുബദ ഫിൽ അർളി അബദാ, പിന്നീട് നിന്നെ ആരാധിക്കാൻ ഇവിടെ ഒരു തൗഹീദുള്ള മനുഷ്യന്മാരുണ്ടാവുകയില്ല റബ്ബേ. അതുകൊണ്ട് നിങ്ങൾ പടച്ച റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക, ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് വന്നു, എനിക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂബക്കർ കാണുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അരികില് സന്തോഷത്തോടു കൂടി വർത്തമാനം പറഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം യുദ്ധത്തിന് പോകുക. യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഫ് ശരിയാക്കുമ്പോൾ മനസ്സിനെ കണ്ണിനെ ഈറനണിയിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമല്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഫ് കെട്ടി നിൽക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. സ്വഫിന്റെ വിഷയം പറയുമ്പോൾ ഈ പള്ളിയുടെ വിഷയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഏത് പള്ളി? നമ്മുടെയൊക്കെ നാട്ടിലൊരു സ്വഭാവം ഉണ്ട്, എന്താ അറിയാം, ഇവിടെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആരെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ സ്വഫ് നിൽക്കുമ്പോൾ ചില ആളുകൾ 3 ആളും ഒരുമിച്ച് കാല് വെച്ച് സ്വഫ് നിൽക്കും. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ 2 ആള്, പിന്നെ 3 ആള്. അതെന്താ അങ്ങനെ? അതിനൊരു കാരണം ഉണ്ട്. എന്താ അറിയോ? മുഖം നോക്കിയിട്ടാണ് സ്വഫ് കിട്ടുന്നത്. മുഖം നോക്കി സ്വഫ് കിട്ടുന്ന പള്ളിയൊക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചെറിയൊരു വെറുപ്പുണ്ടെങ്കിൽ എൻ്റെ കാലും അവൻ്റെ കാലും തമ്മിൽ കുറച്ച് വിട്ടുണ്ടാവും. അതായത് മുഖം നോക്കി സ്വപ്പ് കിട്ടുന്നത് പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? എനിക്ക് ഇഷ്ടമുള്ളവനാണെങ്കിൽ എൻ്റെ കാലും അവൻ്റെ കാലം. അപ്പൊ കാല് കറുത്താലും ശരി, വെളുത്താലും ശരി, നടത്തും. ഇല്ലെങ്കിൽ വെക്കൂല എന്ന് ആ സ്വഭാവം അവസാനിപ്പിക്കുന്നോ അന്നേ നമ്മൾ നന്നാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല. സ്വഫിൽ വിടവ് ഉണ്ടാക്കി നിർത്തുമ്പോൾ അവിടെ പടച്ചറപ്പിന്റെ പ്രത്യേകമായ ഒരു അനുവാദം ശൈത്താനാക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു വെറുപ്പുണ്ടാകും. കുറച്ചെങ്കിലും അടുക്കണം എന്ന് കരുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാനാണെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാൻ ആരാണെങ്കിലും ശരി, ഞാൻ ഒരാളുടെ കാലിന്റെ അടുത്ത് സ്വഫ് വെച്ചുമ്പോ അയാളുടെ കാലെന്ത് ചെയ്തു? അയാൾ വലിച്ചാൽ പിന്നെ എനിക്ക് വെക്കാൻ തോന്നൂല. ഇനി ഒരു സമയത്ത് നമുക്കൊന്ന് നീങ്ങേണ്ടി വന്നാല് മെല്ലെ ഒന്ന് കൈകൊണ്ട് ഒരു അടയാളപ്പെടുത്തുക. അപ്പൊ അയാൾ നീക്കും. അപ്പൊ എന്ത് മനസ്സിലായി? അത് നീങ്ങേണ്ട ഒരു ഘട്ടാണെന്ന് മനസ്സിലായി. അല്ലാതെ കാല് വലിച്ചാൽ പിന്നെ എന്റെ കാല് നീങ്ങൂല. അത് സംസാരിക്കണം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെയും നമ്മുടെ സലഫി മസ്ജിദുകളിലാണ് അത് കൂടുതലായിക്കൊണ്ട് അടുത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെ പള്ളിയിൽ അങ്ങനെ സംഭവമില്ല. അത് ബാക്കി ഏത് പള്ളിയാണെങ്കിലും ശരി, പേരെടുത്തൊന്നും ഞാൻ പറയില്ല. ഈ സലഫി പള്ളിയുടെ അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റം. ആരടുത്ത് നിങ്ങൾ തമ്മിൽ തെറ്റണം എന്നല്ല ഞാൻ പറയണത്. ഇനി അങ്ങനെ ഒരു തെറ്റിലാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളൊന്ന് കാലടുപ്പിച്ചേക്കുക. ചിലപ്പോൾ അതിന്റെ പിറ്റേ ദിവസം പടച്ചറപ്പ് നിങ്ങളുടെ 2 ആളുടെയും മനസ്സ് അടുപ്പിക്കും. മനസ്സിലാണ്ടോ? ഇത് അടുക്കാനുള്ള ഒരു ഘട്ടമാണ് സ്വഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിന്റെ ഘട്ടത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ് കെട്ടുകയാണ്. സ്വഫ് ഇങ്ങനെ വരിയായി നിർത്തുകയാണ്. നേരത്തെ പറഞ്ഞ രൂപത്തില് ഓരോ സംഘത്തെയും സ്വഫ് അതിന്റെ ഓർഡർ ഓഫ് കമാൻഡ് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശോധിക്കുമ്പോൾ സവാദ് എന്ന് പറയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സവാദ് റളിയല്ലാഹു അൻഹു സ്വഫിൽ നിന്ന് കുറച്ച് മുന്നിൽ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദിനോട് പറഞ്ഞു, സവാദേ ഒരൽപ്പം പിന്നിലേക്ക് മാറണം. പക്ഷേ സവാദ് റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് അനുസരിച്ചില്ല എന്നല്ല, അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ ആ ശബ്ദം കടന്നു ചെന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് സ്വഫ് വീണ്ടും നോരയാക്കുമ്പോൾ സവാദ് വീണ്ടും പുറത്താണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ വടിയെടുത്തുകൊണ്ട് സഹാബിയായിരുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, സവാദേ ഒരൽപ്പം പിറകിലേക്ക് മാറി നിൽക്കണം. സവാദ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, റസൂലേ അങ്ങ് ഇപ്പൊ എന്നെ കുത്തിയില്ലേ, അതെനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ആരോടാ പറയണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ അങ്ങ് ഇപ്പോൾ എന്നെ വടി കൊണ്ട് തൊട്ടപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സവാദേ
വന്നത് എൻ്റെ അടുക്കിൽ നിന്ന് തെറ്റാണ്, അതുകൊണ്ട് പ്രതികാരം ചെയ്തു കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സവാദിനെ വിളിപ്പിച്ചു. സൊഫയിൽ നിന്ന് പുറത്തു സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വടി വാങ്ങിയിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങ് എന്നെ കുത്തിയപ്പോൾ എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ല, അങ്ങയുടെ വസ്ത്രം പൊക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം പൊക്കി കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു, വളരെ ചുരുക്കി പറയാം, സവാദ് റളിയല്ലാഹു അൻഹു വസ്ത്രം പൊക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിനോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വെച്ചിട്ട് തിരിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം പറയുന്നുണ്ട്, സവാദിനെ കൊല്ലാനുള്ള ദേശം എനിക്കുണ്ട്, കാരണം റസൂലിനോട് പ്രതികാരം ചെയ്യാൻ വന്നവനാണ്. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വയറിന്റെ അരികിൽ വന്നിട്ട് ചുംബനം കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം റസൂലേ, എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ ബദറിലേക്ക് പോവുകയാണ്, ഇനി ഒരു പക്ഷേ താങ്കളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് അവസരമുണ്ടായി എന്ന് വരില്ല, അതുകൊണ്ട് അവസാനമായി കൊണ്ട് അങ്ങയുടെ ശരീരത്തിന്റെ ഗന്ധം എനിക്ക് കിട്ടണം, അങ്ങയുടെ ശരീരത്തിന്റെ തൊലിയുമായി എന്റെ മുഖം സ്പർശിക്കണം, അതുകൊണ്ട് റസൂലെ ക്ഷമിക്കണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങയുടെ ശരീരം എനിക്ക് സ്പർശിക്കാൻ ഞാൻ അങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ ഈ നിൽക്കുന്ന 300 ചില്ലാനം സ്വഹാബിമാർക്കും ആ അവസരം ആവശ്യപ്പെടുകയും ഈ സവാദിനത് കിട്ടാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങ് എന്നെ കുത്തി എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അരികിൽ വന്ന് വ്യക്തിപരമായി എനിക്ക് അങ്ങയുടെ ശരീരത്തിൽ ഒന്ന് തൊടണം, അതിനുവേണ്ടിയുള്ള ഒരു ചെറിയൊരു ഉപായം കണ്ടെത്തിയതാണ്. പ്രവാചകരെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ ചുംബിച്ച ഒരു രംഗം കൂടി ഈ ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം ആദ്യം ദ്വന്ദ്വയുദ്ധമാണ്. 3 ആളുകൾ തമ്മിൽ ഈ കൈകൾ കൊണ്ട് യുദ്ധം തുടങ്ങി, വാളുകൾ ഉപയോഗിച്ച് യുദ്ധം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു അതിലുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള 2-3 സഹാബിമാരുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. പിന്നീട് ശത്രുപക്ഷത്തേക്ക് ഇരച്ചിലേറി. അങ്ങനെ ഇരച്ചു കയറി ആദ്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, ഉമൈർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി ആ ബദറിൽ വെച്ചുകൊണ്ട് ഒന്നാമതായി ഷഹീദാകുന്നത്. ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ പ്രവാചകന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ഈ ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാം, നബിയുടെ അരികിൽ വന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. പ്രവാചകന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുറപ്പെടുക, നിങ്ങളുടെ മുമ്പിൽ സ്വർഗമുണ്ട്, വാനലോകത്തേക്കാൾ വിശാലമായ സ്വർഗം. ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വാനലോകത്തേക്കാൾ, ആകാശത്തേക്കാൾ വിശാലമായ സ്വർഗമാണ് റസൂലേ, ഞാൻ അതിൽപ്പെട്ട ആളാണോ ചോദിച്ചു. ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവരാണ്, കാരണം ബദരീങ്ങൾ എല്ലാവരും സ്വർഗത്തിലാണ്. എല്ലാവരും. ബദരീങ്ങൾക്ക് വേറൊരു ക്വാളിറ്റി ഉണ്ട്, സാധാരണ ഇല്ലാത്ത സ്വഹാബിമാർക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അവരോട് പറഞ്ഞു, എത്ര നിങ്ങൾ ഇഷ്ടമല്ല പോലെ ജീവിച്ചോളി എന്ന് പറഞ്ഞാല് ഫർളൊക്കെ ഒഴിവാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവർക്ക് അള്ളാഹു ചെയ്തു പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ ബദറിന്റെ മഹത്വം. ബദരീങ്ങളും മുഹദീങ്ങളും മഹന്തകീങ്ങളും ഒക്കെ വേറെ വേറെ കാറ്റഗറിയിലാണ്. ബദറിൽ പങ്കെടുത്തവർ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരും ബദരീങ്ങൾ തന്നെയാണ്. ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവരിൽപ്പെട്ടവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഉമൈറെ, നീ മരണപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അങ്ങയും അതിൽപ്പെട്ടവൻ തന്നെയാണ്. ഉമൈർ റളിയല്ലാഹുവിന്റെ വാള്, അദ്ദേഹത്തിന്റെ അമ്പിട്ട് വെച്ചിരുന്ന പാത്രത്തില് ഒരു ചെറിയൊരു കേജിൽ എന്തുണ്ട്, കുറച്ചൊക്കെ ആരക്കണ്ടേ, അതെടുത്ത് ഇങ്ങനെ തിന്ന സമയത്ത് ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഈ തിന്നുന്ന നേരം ബദറിൽ എത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അത്രയും സമയം സ്വർഗത്തിലേക്ക് എനിക്ക് ഒരുപക്ഷെ അടുപ്പം കിട്ടിയെന്ന് വരില്ല. അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്ന അത്തംറ്, ഈത്തപ്പഴം വായിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ ഓട്ട ബദറിലേക്ക്. ഉമൈർ റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നു, യുദ്ധം ചെയ്യുന്നു, ആദ്യത്തെ ഷഹീദായി മാറുന്നു. 7 ആളുകളാണ് കൊല്ലപ്പെട്ടത്, ശുഹദാക്കളായത് 7 ആളുകൾ. 14 ആളുകൾ, 7 ആളുകൾ മുഹാജിറുകളിൽ നിന്നും 7 ആളുകൾ അൻസാരികളിൽ നിന്നും. അങ്ങനെ യുദ്ധമൊക്കെ നടന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്. 70 ആളുകൾ ബദരി, ഈ പറയപ്പെടുന്ന ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടു. 70 ആളുകൾ. 70 ആളുകളെ പിടിച്ചുകൊണ്ടുവന്നു. കൊല്ലപ്പെട്ടവരൊക്കെ കലീബ് എന്ന് പറയപ്പെടുന്ന ഒരു കിണറ്റിലിട്ട് മൂടി. അവരൊക്കെ മൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. ഈ 70 ബന്ദികളെ കൊണ്ടുവന്നു. യുദ്ധം കഴിഞ്ഞു. ശത്രുക്കൾ തകർച്ചയുടെ അങ്ങേയറ്റം ആസ്വദിച്ചു.
അബൂജഹലൊക്കെ കൊല്ലപ്പെട്ടു. അബൂജഹലിനൊക്കെ ചരിത്രങ്ങൾ വിശദീകരിച്ചു പോകുമ്പോൾ കാണാം, തലേ ദിവസം അബൂബക്കർ എന്നാണ് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, ഇതാ അബൂജഹൽ ഇവിടെ കൊല്ലപ്പെടും, ഉത്ബ ഇവിടെ മരിച്ചു വീഴും, ശൈബ ഇവിടെ മരിച്ചു വീഴും. സുബ്ഹാനല്ലാഹ്. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അബൂബക്കർ സഹാബിമാരൊക്കെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞ ഒരളവ് പോലും തെറ്റാതെ അബൂജഹൽ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടേക്ക് ഈമാൻ എത്ര പവിത്രമായിരിക്കും ഇല്ലേ? തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പ്രവാചകനെ കണ്ട് ജീവിച്ച സ്വഹാബിമാരാണ്, അതുകൊണ്ടാണ് അവർക്ക് അത്രയും ശ്രദ്ധത. അള്ളാന്റെ റസൂല് പറയാം, നാളെ അബൂജഹൽ ഇവിടെ കിടക്കും അബൂബക്കറെ, നാളെ ഉത്ബ ഇവിടെ ആയിരിക്കും, നാളെ ശൈബ ഇവിടെ. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ, യുദ്ധം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതേ പറഞ്ഞ അളവിലാണ് അബൂജഹൽ കിടക്കുന്നത്. അള്ളാഹു നമ്മുടെ സ്വർഗത്തിലാക്കുമാറാകട്ടെ. ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കുലൈബ് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി മൂടി 70 ആളുകളെ പിടിച്ചു കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടക്കമുള്ളവരോട് ചോദിച്ചു, എന്ത് ചെയ്യും? അവർ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്തിനും ഒറ്റപ്പെട്ട് 2 കഷ്ണം എന്നാണല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഒന്നിനും വെറുതെ വിടരുത്, കൊല്ലണം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു, വേണ്ട, കൊല്ലേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിന്റെ ഒക്കെ തീരുമാനം അതാണ് ഏറ്റവും നല്ലത്, പിന്നെ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, 70 ആളുകൾ ഓരോ ആളും 10 വീതം മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചാൽ അത് മോചന ദ്രവ്യമായി നിങ്ങളെ വിട്ടയക്കാം. അതാണ് ഇസ്ലാമിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അന്ന് മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല, മുസ്ലിങ്ങൾക്ക് അറിയുന്നവർ അതിന് കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളിൽ ഒരാൾ 10 ആളുകൾക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ വിട്ടുകൊടുക്കാം. അങ്ങനെ ആ കരാറിലെത്തി. യുദ്ധം അവസാനിച്ചു. എല്ലാവരും അവരുടേതായ പാട്ടിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ നമ്മുടെ നാട്ടിൽ ചില ബദരീങ്ങളുണ്ട്. എന്താ ബദരീങ്ങൾ പ്രത്യേകത എന്നറിയോ? ഓട്ടോറിക്ഷയിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് എഴുതി വെക്കുന്നവർ, വീടിന്റെ മുമ്പിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് എഴുതി വെക്കുന്നവർ, ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാത്ത മനുഷ്യന്മാർ. സ്വന്തം വെട്ട് കിട്ടിയിട്ട് അത് തടുക്കാൻ കഴിയാത്തവനാണ് ഇവിടെ 6000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മേൽപ്പറമ്പിൽ ഒരു വീട് തടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പൊട്ടത്തരമിനുണ്ടോ? ഉണ്ടോ? ഓട്ടോറിക്ഷ ഓടിപ്പോകുമ്പോൾ അത് കുത്താതിരിക്കാൻ വേണ്ടി ബദരീങ്ങളെ പേരെഴുതി വെക്കുന്ന മനുഷ്യന്മാർ. ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കും. ഇല്ലേ? ഒരു വെട്ട് വാള് വരുമ്പോൾ അതിൽ നിന്ന് മാറ്റാൻ കഴിയാത്തവനാണ് ഒരു പാണ്ടിലോറി വരുമ്പോൾ അതിനെ തടുത്തു മാറ്റുന്നത്. കഴിയോ? ഇല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ ഷഹീദുകളായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശുഹദാക്കളായി മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അവരുടെ ആഗ്രഹത്തെ കുറിച്ച് പറയുന്നിടത്ത് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹീദായ ആളുകൾ, അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണെന്ന് വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ അരികിൽ അവർക്ക് പ്രത്യേകമായ ഒരു ജീവിതം നൽകപ്പെടുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യണം, അള്ളാഹുവിന്റെ അരികിൽ അവർക്ക് പ്രത്യേകമായ ഒരു ജീവിതം നൽകപ്പെടുന്നുണ്ട്. ഈ ആയത്താണ് പലരും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. എന്നിട്ട് പറയോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും സാമാനങ്ങളും ഒക്കെ പരിശോധിച്ച് അതൊക്കെ ലെവലാക്കി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടി ശുഹദാക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. 313 ആളുകളുടെ പേര് എഴുതി വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ ഉണ്ട്. നമ്മുടെ നാട്ടുകളിൽ മുമ്പ് പ്രത്യേകിച്ചുണ്ടായിരുന്നു, ഇവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എന്തേ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ വിശദീകരിച്ച് ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം അറിയോ? ശുഹദാക്കൾ മരിച്ച അള്ളാന്റെ അരികിൽ ചെല്ലുമ്പോൾ അവരോട് പടച്ചറബ് ചോദിക്കുമത്രേ, ഇനി എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കളുടെ ആത്മാക്കൾ ഫീ ജൗഫി തൊയ്രിൻ ഖുദർ, പച്ച പക്ഷികളുടെ ശരീരത്തിന്റെ ഉള്ളിലായി പാറി നടക്കും. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പച്ച പക്ഷികളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അള്ളാഹു ഈ ശുഹദാക്കളുടെ ആത്മാക്കളെ നിക്ഷേപിക്കുമത്രേ. എന്നിട്ട് സ്വർഗത്തിൽ അവർ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് അവർ പാറി നടക്കുക തന്നെ ചെയ്യും. ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചിറകടിച്ചുകൊണ്ട് പാറി നടക്കും. പിന്നീട് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു പ്രകാശ ഗോപുരത്തിന്റെ അരികിൽ വന്നിട്ട് പക്ഷികൾ ഇരിക്കുമത്രേ.
അപ്പോൾ അല്ലാഹു ഒരിക്കൽ ചോദിച്ചു അല്ലയോ ശുഹദാക്കളെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവര് പറഞ്ഞു, ഇനി എന്താ റബ്ബേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത്? സ്വർഗത്തിൽ ഇത്രയധികം സുന്ദരമായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നില്ലേ? അല്ലാഹു ചോദിക്കുമത്രേ, ഇനി എന്താണ് വേണ്ടത്? അവർക്ക് വീണ്ടും ഈ മറുപടി പറഞ്ഞു. മൂന്നാമതും അല്ലാഹു ചോദിച്ചുവത്രേ, എന്താണ് വേണ്ടത്? അവസാനം ഇവർ പറഞ്ഞത്, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് മടങ്ങണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ ഷഹീദാകണം, എന്നിട്ട് ഈ ശ്രോതാക്കളുടെ ഒരു പ്രതിഫലം കൂടി ഞങ്ങൾക്ക് അധികം വേണം. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഇനി ദുനിയാവിലേക്ക് ഒരു മടക്കല്ല, ദുനിയാവിലേക്ക് ഇനി ഒരു മടക്കല്ല. അത് തീർന്നു, ഒറ്റ മരണം കൊണ്ട് അത് തീർന്നു. അതിന് ഷഹീദായാലും ശരി, പ്രവാചകനായാലും ശരി, ആരാണെങ്കിലും ശരി, അത് തീർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഇത് പെട്ടെന്ന് ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഞാൻ പറഞ്ഞ സമയം അവസാനിച്ചിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഇതിവിടെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ മനസ്സിൽ ഒരു ബോധം വേണം. എന്തറിയോ, ഈ ബദരീങ്ങൾ ആണ്ടാണ് വരുന്നത്. എന്തൊക്കെ പേരാണ്, എന്തൊക്കെ പേരിലാണ് ഇവരൊക്കെ പറഞ്ഞു കൂട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ വീണ്ടും തിരിച്ചു വരുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവരോട് പറഞ്ഞാൽ മതിയെന്നും, എന്നിട്ട് അവരോടാണ് നമ്മുടെ സങ്കടങ്ങൾ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ അറിവും. റമദാൻ 17 പോത്തിനറുക്കും. സാധാരണ പോത്തിനറുക്കണ പോലെയല്ല അന്നത്തെ പോത്തിനറുക്കും. പച്ചയായി പറയാം, അത് പടച്ചറപ്പിന് വെറുപ്പുള്ള കാര്യമാണ്. എന്റെ കാണുന്നയോ, അന്ന് റമദാൻ 17 ബദരീങ്ങളുടെ പേരിൽ അറുത്ത് വീഴുന്ന സകല പോത്തുകളെയും അറുക്കുന്നവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രതീക്ഷയും ആഗ്രഹവും ഇത് ബദരീങ്ങളുടെ പുണ്യം കിട്ടണമെന്ന് എഴുതിയിട്ടാണ്. തെറ്റിപ്പോയത്. നിസ്കാരം പടച്ചോനാണെങ്കിൽ, ജീവിതം പടച്ചോനാണെങ്കിൽ, മരണം അല്ലാഹുവിനാണെങ്കിൽ, നുസുക്കും പടച്ചറപ്പിനെ കൊടുക്കാൻ പാടുള്ളൂ, അറവും പടച്ചറപ്പിനെ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുല്ലിന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുകി, എന്റെ അറവ്, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാകുന്നു നൽകേണ്ടത്. അത് പടച്ചറപ്പിന്റെ മുമ്പിലേ ഞാൻ സമർപ്പിക്കൂ. അതൊരു കോഴിനർത്താലും ശരി, പോത്തിനർത്താലും ശരി, അത് സലഫി അർത്താലും ശരി, ആരർത്താലും ശരി, അതൊരു ഈച്ചനർത്താലും ശരി. മനസ്സിലായിക്കോളി, ജീവന്റെ പ്രശ്നമല്ല, നെയ്യത്തിന്റെ പ്രശ്നമാണ്. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിലെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്. ഒരൊറ്റ വരി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതാണ്. 2 വരികൾ. ഒന്നെന്താ അറിയോ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബെയ്ത്തുകളിൽ വന്നിട്ടുള്ള ഒന്നെന്താ, ദണ്ണം വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പുട്ടിന് തേങ്ങട്ടായി ലാ ഇലാഹ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ കേൾക്കണോൻ എന്താ, ഇതന്നെ തൗഹീദ്. ഇത് വെറുതെ പറഞ്ഞല്ലേ പുട്ടിന്റെ തേങ്ങ. ഞാൻ അടുത്തോണ്ടല്ലേ, ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ലാ ഇലാഹ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തായാലും പറഞ്ഞെന്നറിയോ, പടച്ചോനെ, മരിക്കുന്ന നേരത്ത് ശൈത്താൻ വരും, എല്ലായിടത്തും വരും, എൻ്റെ അടുത്തും വരും, നിങ്ങളടുത്തൊക്കെ വരും. അല്ലാഹു നമുക്കാത്ത് രക്ഷക്കുമാറാകട്ടെ. ആ സമയത്ത് നിന്റെ കലിമത്തെ ഉച്ചരിക്കാൻ ബദരീങ്ങളെ തുണ നീ എനിക്ക് കൊണ്ടാകുന്ന അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ. എന്തിനാ ബദരീങ്ങളെ കൂട്ടുപിടിക്കുന്നത്? പിന്നെ ദണ്ണം വബാവും അതുപോലെ തന്നെ വസൂരിയും ഒക്കെ നല്ല രോഗങ്ങളാ. പകർച്ചവ്യാധി മുഴുവതിൽ എണ്ണിയിട്ടുണ്ട്. കൊറോണ അടക്കമുള്ള ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കൊറോണ ഇതിൽ കൂട്ടിക്കൊടുക്കും. അതിനൊക്കെ രക്ഷ ബദരീങ്ങളെ കൊണ്ട് ഉണ്ടാകും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങൾ പറഞ്ഞു പോകുമ്പോൾ സമയം കൂടുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം വന്നിട്ട് മക്കൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഒറ്റാളോട് മാത്രം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. എല്ലാം തിരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതൊക്കെ അല്ലാഹുവിനോട്. മകനെ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അല്ലാഹുവിനോട്. നമ്മൾ പറയുന്ന അല്ലാഹുവിലേക്ക് നിങ്ങൾ പറഞ്ഞോളേ. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. പറയാനുള്ളതൊക്കെ പടച്ചവനോട് പറയാം. അല്ലാഹു ഒരു മാർഗം അതിനൊക്കെ കാണിച്ചു തരും. ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാരിലും നാട്ടുകാരിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അറിവ് വേണം.
അങ്ങനെയാകണം സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇത്രയധികം പിടുത്തം ഇസ്ലാമിലുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴേ നമ്മുടെ ഈമാന്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. പറഞ്ഞതിനേക്കാൾ ഒരു 5-6 മിനിറ്റ് അധികം സംസാരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ എൻ്റെ പ്രത്യേകമായ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ റമദാൻ 17 വരെ ബദരീങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ബദർ എന്നൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്, നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈമാൻ കിട്ടും, ഈമാനിനെ വർദ്ധിച്ചു കിട്ടും. ചരിത്രത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 3 തലങ്ങളുണ്ട്. ഒന്ന് ആസ്വാദനമാണ്, മറ്റൊന്ന് അറിവ് കിട്ടലാണ്, മറ്റൊന്ന് അതിലൂടെ ഈമാൻ വർദ്ധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കർമ്മം ചെയ്യുമ്പോൾ റിയാ ഇല്ലാത്ത കർമ്മമാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.